സർക്കാർ രൂപീകരണത്തിനായി ടി.വി.കെക്ക് പിന്തുണ നൽകുന്നതിൽ വി.സി.കെയുടെ നിർണായക തീരുമാനം ഇന്നാണ്. ഉപാധികളോടെ വിജയിക്ക് പിന്തുണ നൽകാനാണ് സാധ്യത. രാവിലെ 10 മണിക്ക് ചെന്നൈയിൽ വാർത്താ സമ്മേളനം നടത്തും. മനീഷ് മൂർത്തി വിവരങ്ങളുമായി ചേരുകയാണ് ചെന്നൈയിൽ നിന്ന്. മനീഷ്, ഗുഡ് മോർണിംഗ് അഗെയിൻ. മനീഷ്, ഈ ഉപാധി എന്തായിരിക്കും? കടുത്ത ഉപാധിയൊക്കെ വെക്കാനുള്ള സാധ്യതയുണ്ടോ? മുൻപ് ഹാഷ്മി പറഞ്ഞ പോലെ ഈ 2 സീറ്റാണെങ്കിൽ ആ 2 MLA-മാരുടെ പിന്തുണയ്ക്ക് 200 MLA-മാരുടെ പിന്തുണയുടെ വിലയുണ്ട്. അശ്മി, പ്രവിത, ഗുഡ് മോർണിംഗ് അഗെയിൻ. എന്തായാലും ഇനിയിപ്പോൾ VCK എന്ന് പറയുന്ന ഒരു പ്രതീക്ഷ മാത്രമാണ് ടി.വി.കെയെ സംബന്ധിച്ച് ബാക്കിയുള്ളതെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം മുസ്ലിം ലീഗ് ഒരു പ്രതീക്ഷയായിരുന്നു. പക്ഷേ അവരെന്തായാലും ഭരണത്തിൽ ഏറിയതിനു ശേഷം, സർക്കാർ രൂപീകരിച്ചതിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരികയാണെങ്കിൽ സഹായിക്കാം, അല്ലെങ്കിൽ പിന്തുണ നൽകാം എന്നൊരു നിലപാടിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ളൊരു പ്രതീക്ഷ എന്ന് പറയുന്നത് എന്തായാലും VCK തന്നെയാണ്. അപ്പോൾ കോംപ്രമൈസ് ചെയ്യാനൊക്കെ ഒരുപക്ഷെ വിജയ് തയ്യാറാകാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും നോക്കാം. ഈ പറഞ്ഞതുപോലെ കടുത്ത ഉപാധികൾ വെക്കാനുള്ളൊരു സാധ്യത എന്ന് പറയുന്നത് നേരത്തെ മുതൽ തന്നെ ഉപമുഖ്യമന്ത്രി സ്ഥാനം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ എന്തായാലും അവർ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ഉപാധികൾ എന്തെങ്കിലും ഇനിയിപ്പോൾ വെക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ് നമുക്ക് നോക്കിക്കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 10 മണിക്കാണ് അശോക് നഗറിലുള്ള VCKയുടെ ഓഫീസിൽ വെച്ചാണ് മാധ്യമങ്ങളെ കാണുക എന്ന് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അതിലൊരു തീരുമാനമുണ്ടാകും എന്ന് തന്നെ മനസ്സിലാക്കുന്നു. കാരണം ഇന്നലെ യോഗം കഴിഞ്ഞതിന് ശേഷം, ഹൈ ലെവൽ കമ്മിറ്റി കഴിഞ്ഞതിന് ശേഷം തിരുമാവലവൻ പറഞ്ഞത് ഞങ്ങൾ നാളെ പ്രഖ്യാപിക്കും, എന്താണ് തീരുമാനം എന്നുള്ളത് നാളെ പ്രഖ്യാപിക്കും എന്ന് തന്നെയായിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും ആ പ്രഖ്യാപനം ഉണ്ടാകും. അതിനുശേഷമായിരിക്കും വിജയ് മറ്റ് നീക്കങ്ങളിലേക്ക് കടക്കുക എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സുപ്രീം കോടതിയിലേക്ക് പോകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിജയ് ആലോചിക്കുന്നുണ്ട്, ടി.വി.കെ ആലോചിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് 3 തവണയും ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ട് പോലും 3 തവണ അപേക്ഷ നൽകിയിട്ടും, അല്ലെങ്കിൽ സർക്കാർ രൂപീകരണത്തിനുള്ള അവകാശവാദം ഉന്നയിച്ചിട്ടും ഗവർണർ ഇതുവരെയും വിളിക്കാൻ തയ്യാറായിട്ടില്ല എന്ന് പറയുന്ന രീതിയിൽ ആ ഒരു പരാതി, അല്ലെങ്കിൽ ആ ഒരു കേസ്, ഒരു ഹർജി സുപ്രീം കോടതിയിൽ എത്തിക്കാനുള്ളൊരു ശ്രമം എന്തായാലും ടി.വി.കെയുടെ ഭാഗത്തു നിന്നുമുണ്ട്. അതിപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി പ്രധാനമായും വിജയ് ചെയ്തിരുന്നത് ലീഗൽ ടീമുമായിട്ടുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു. ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ എന്തായാലും നടക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ളൊരു മൂവ്മെന്റ് കൂടി എന്തായാലും വിജയ് പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഒരുപക്ഷെ ഈ VCKയുടെ ഒരു തീരുമാനം അറിഞ്ഞതിന് ശേഷമായിരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അണ്ണാ-DMKയുടെ MLA-മാരെ എല്ലാം ഇന്നിപ്പോൾ ചെന്നൈയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. അത് എല്ലാവരും പുതുച്ചേരി റിസോർട്ടിലായിരുന്നു. അവരെല്ലാം ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 10:30 മണിയോടുകൂടി എല്ലാവരും എടപ്പാടി കെ പളനിസ്വാമിയുടെ മുൻ പ്രതിപക്ഷ നേതാവ് എടപ്പാടി കെ പളനിസ്വാമിയുടെ വീട്ടിലേക്ക് എത്തും. അവിടെ ഇന്നിപ്പോൾ അവരുടെ നേതൃത്വത്തിലും ഒരു ചർച്ചയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും എല്ലാ കോണുകളിലും സജീവമായ ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്തായാലും ഏറ്റവും വിടുതലൈ സിർത്തകൾ കക്ഷി എന്നാണ് ലിബറേഷൻ പാന്തേഴ്സ് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്ന ഒരു ദളിത് മൂവ്മെൻ്റ് ഒക്കെ ആയിരുന്നു. തോൾ തിരുമാവളനെ പറ്റിയൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ അവർ വിജയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കാൻ പോകുന്നു. അങ്ങനെയാണെങ്കിൽ വിജയ് ഈ പറയുന്ന കേവല ഭൂരിപക്ഷത്തോട് അത്രയ്ക്ക് എത്തുന്ന സീറ്റിലേക്ക് എത്തും. അങ്ങനെയാണെങ്കിൽ വിജയ് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി. ആരും വിചാരിച്ചതല്ല. ട്വിസ്റ്റോട് ഇപ്പോഴും എന്തും സംഭവിക്കുന്ന അവിടെ അറിയില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.